ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് ലൈവ്. വേറൊന്നുമല്ല, നമ്മുടെ പണിപ്പുരയിലേക്ക് പ്രവേശിച്ച് ഇറങ്ങിയതിന് ശേഷം ജിഷിൻ കറക്റ്റായിട്ട് ഇറങ്ങി എന്നതിൻ്റെ ബേസിസിൽ ജിഷിൻ അവിടെ തുടർന്ന് നിൽക്കുന്നു. ക്യാപ്റ്റൻ അന്തിമ വിധി എടുക്കണം. ഇതിൽ ബിഗ് ബോസിന് ഒരു പങ്കുമില്ല. ക്യാപ്റ്റനാണ് അന്തിമ വിധി എടുക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ ജിഷിൻ ഇറങ്ങിയത് റൈറ്റ് ആയിരിക്കാം, റോങ് ആയിരിക്കാം. ജിഷിൻ ഇറങ്ങിയ റൈറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ബസർ അടിക്കും, ജിഷിൻ ഇറങ്ങിയ എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ എത്രയോ പേര് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് എന്താണ്, ക്യാപ്റ്റനെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ക്യാപ്റ്റൻ തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ക്യാപ്റ്റന് ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ പറയുന്ന നീ എന്തുട്ടാണ് ഈ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ക്യാപ്റ്റനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലാക്കുന്നു. പിന്നീട് ജിഷിൻ ഹൗസിനുള്ളിലേക്ക് കയറാൻ വേണ്ട സമയത്ത് അക്ബർ കയറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ കയ്യാങ്കളിയിലോട്ട് എത്തുന്നു. നമ്മുടെ ജിഷിൻ്റെ സാധനം വലിച്ചു മാറ്റുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അക്ബറിനെ ദേഹത്തൊക്കെ കയറി ഇടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അപ്പം അതൊരു കയ്യാങ്കളിയിലോട്ടാണ് പോയത്. തിരിച്ച് അക്ബർ റിയാക്ട് ചെയ്തില്ല. കാരണം അക്ബർ ചെയ്ത് തെറ്റാണ്. കാരണം അവരുടെ ഡ്രസ്സ് എടുക്കുക, അതെടുത്ത് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ്. ചിലപ്പോൾ പൊട്ടുന്നതൊക്കെ വല്ല സ്കിൻ കെയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ അന്തിമ വിധി പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്യാപ്റ്റൻ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. എനിക്കത് തോന്നിയിട്ട് ഫെയർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ എങ്കിൽ ക്യാപ്റ്റൻ്റെ വിധിയാണ് അന്തിമമായിട്ട് വരുന്നത്. ക്യാപ്റ്റൻ അത് പറഞ്ഞു. പക്ഷേ എങ്കിൽ ക്യാപ്റ്റൻ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ വൈൽഡ് കാർഡിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണി കിട്ടത്തുള്ളൂ. കാരണം ജിഷിൻ്റെ ഇരിക്കുന്ന ബോംബാണ്, ബിഗ്ഗാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് നല്ല പണി കിട്ടും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ കളിക്കുന്നതാണ് ബെറ്റർ. ബിഗ് ബോസ് ഒരു നിയമം എടുത്തില്ല. ബിഗ് ബോസ് പറഞ്ഞ് ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ജിഷിനെ നാണം കെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ജിഷിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് തന്നെയാണ്.